നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സീനിയറായ ഒരു ആൻറ്റി അവരുടെ സ്വന്തം ഭൂമി ഇഷ്ടദാനമായി നൽകിയതുവഴി അവർക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതൊരു സുപ്രധാന കോടതി വിധിയാണ്. ഇഷ്ടദാനം എഴുതുന്ന ഓരോ ആളും കണ്ടിരിക്കേണ്ട ഒരു സുപ്രധാന നിയമം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മെയ്ഡ് ഈസി. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്തുള്ള സീനിയറായ ഒരു ആൻറ്റിക്കെതിരെ കേരള ഹൈക്കോടതിയിൽ വന്ന ഒരു റിട്ട് അപ്പീലാണ് 2025 ഓഗസ്റ്റ് മാസം 7 വിധിയായത്. ഈ കേസിന് ആസ്പദമായ സാഹചര്യം എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ആൻറ്റി ഒരു സീനിയർ സിറ്റിസൺ ആണ്. അവർ വിവാഹം കഴിച്ചിട്ടില്ല, മക്കളുമില്ല. അവർക്ക് കുറച്ച് സ്വത്തുക്കളുണ്ട്. അത് അവരുടെ ഒരു അനന്തിരവന് ഇഷ്ടദാനമായി ഒരു ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകുകയാണ്. ഇത് നടക്കുന്നത് 1992 ഇങ്ങനെ ആധാരം എഴുതി വസ്തുവകകൾ അനന്തിരവനെ ഏൽപ്പിക്കുകയാണ്. അനന്തിരവൻ ആ വസ്തുവകകൾ നോക്കി നടത്തി വരികയായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. ആൻറ്റി ഹാപ്പിയാണ്. 16 വർഷങ്ങൾ അങ്ങനെ പോകുകയാണ്. 16 വർഷത്തിന് ശേഷം 2008 നിർഭാഗ്യകരമായ ഒരു സംഭവം നടക്കുന്നത്. ആ ആൻറ്റിയുടെ അനന്തിരവൻ മരിക്കുകയാണ് 2008. നമുക്കറിയാം, ആൻറ്റി വിവാഹം കഴിച്ചിട്ടില്ല, മക്കളുമില്ല. ആകെപ്പാടെ ഉണ്ടായിരുന്ന സ്വത്ത് അനന്തിരവന് നൽകുകയും ചെയ്തു. സാധാരണ ബന്ധുക്കൾക്ക് സ്വത്ത് നൽകുന്നത് അവർ സംരക്ഷിക്കും എന്നു കരുതിയാണ്. അനന്തിരവന് നൽകിയ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ ആർക്ക് പോകും? നമുക്കറിയാം, ഒരാൾ മരണപ്പെട്ടാൽ സ്വാഭാവികമായും അയാളുടെ സ്വത്തുക്കൾ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും പോകും. അങ്ങനെ ആൻറ്റി അനന്തിരവന് ഇഷ്ടദാനമായി നൽകിയ സ്വത്തുക്കൾ ആ അനന്തിരവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പോകുകയാണ്. അപ്പോഴാണ് ആൻറ്റി മനസ്സിലാക്കിയത് തൻ്റെ ജീവിതകാലത്ത് ഉപയോഗിക്കേണ്ടിയിരുന്ന പ്രോപ്പർട്ടി കൈവിട്ടു പോകുന്നതായി. ഇനി ആൻറ്റി എന്ത് ചെയ്യും? അവർ സ്വാഭാവികമായും ആ ഇഷ്ടദാനം റദ്ദ് ചെയ്ത് കിട്ടുന്നതിനായി തിരുവനന്തപുരം മെയിൻ്റെനൻസ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയാണ്. തിരുവനന്തപുരം മെയിൻ്റെനൻസ് ട്രൈബ്യൂണൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് സീനിയറായ ആൻറ്റിക്ക് അനുകൂലമായി വിധി പറയുകയാണ്. അതിനെതിരെ അനന്തിരവൻ്റെ ഭാര്യ മെയിൻ്റെനൻസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയാണ്. അവിടെ ആ മരുമകളുടെ അപ്പീൽ തള്ളിപ്പോയി. അവിടെയും ആൻറ്റി വിജയിക്കുകയാണ്. ശരിക്കും മരുമകൾക്ക് മെയിൻ്റെനൻസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നതിന് അല്പം നിയമ തടസ്സമുണ്ട്. അതുകൊണ്ട് മരുമകളുടെ അപ്പീൽ ഹർജി തള്ളിപ്പോകുകയാണ്. അവസാനം ഈ വിഷയം കേരള ഹൈക്കോടതിയിൽ എത്തുകയാണ്. WPC 14830/2008 നമ്പരായി. മരുമകളാണ് കേസുമായി പോയത്. അവിടെ മരുമകൾ തോൽക്കുകയും ആൻറ്റി വിജയിക്കുകയുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഭർത്താവിൽ നിന്നും അനന്തരാവകാശമായി സ്വത്ത് കിട്ടിയ ഭാര്യയ്ക്ക്, അതായത് മരുമകൾക്ക്, ആ സ്വത്തിന്മേൽ അവകാശം നിലനിൽക്കുമോ? അതോ അവർക്ക് ആ സ്വത്ത് എന്നേക്കുമായി നഷ്ടപ്പെടുമോ? ഇവിടെ മരുമകൾ വിജയിച്ചാൽ ആൻറ്റിക്ക് സ്വത്ത് നഷ്ടപ്പെടും. ആൻറ്റി വിജയിച്ചാൽ മരുമകൾക്ക് സ്വത്ത് നഷ്ടപ്പെടും. എന്തായാലും ആൻറ്റിക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി പറഞ്ഞു. അങ്ങനെ മരുമകൾ പരാജയപ്പെടുകയാണ്. പക്ഷേ മരുമകൾ നിയമയുദ്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. അവർ നേരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി അപ്പീലിടുകയാണ്. ഈ ഡിവിഷൻ ബെഞ്ച് 2025 ഓഗസ്റ്റ് 7 പുറപ്പെടുവിച്ച വിധിയാണ് ഇന്ന് കൂടുതൽ പരിശോധനയ്ക്കായി നമ്മൾ എടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 സുപ്രധാന വസ്തുതകൾ പറയാം. 1. മെയിൻ്റെനൻസ് ആക്ട് പ്രകാരം ഒരു ആധാരം റദ്ദ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മെയിൻ്റെനൻസ് വയലേഷൻ ഉണ്ടായിരിക്കണം. 2. അപ്രകാരമുള്ള ഒരു മെയിൻ്റെനൻസ് വയലേഷൻ്റെ പുറത്ത് മാത്രമേ ആധാരം റദ്ദ് ചെയ്യുന്ന നടപടികൾ നിലനിൽക്കൂ. 3. ഒരു ഇഷ്ടദാനം ഒരിക്കലും റദ്ദ് ചെയ്യാവുന്ന ഒരു ആധാരമല്ല എന്ന് പൊതുവെ പറയാം. ഇഷ്ടദാനം കിട്ടിയ ആൾക്ക് ആ ആധാരം അയാളുടെ ഇഷ്ടം പോലെ വിനിയോഗിക്കാം. മെയിൻ്റെനൻസ് ആക്ടിൽ ഇഷ്ടദാനം റദ്ദ് ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മെയിൻ്റെനൻസ് ട്രൈബ്യൂണലിന് ആധാരം റദ്ദ് ചെയ്യാമല്ലോ. ഇങ്ങനെയാണ് സാധാരണക്കാർ കരുതുന്നത്. മെയിൻ്റെനൻസ് ട്രൈബ്യൂണലിന് ആധാരം റദ്ദ് ചെയ്യാം. പക്ഷേ ആ ആധാരത്തിൽ അപ്രകാരം ആധാരം റദ്ദ് ചെയ്യാമെന്ന് ഒരു കണ്ടീഷൻ കൃത്യമായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ആധാരം എപ്പോഴും തയ്യാറാക്കേണ്ടത് ഒരു വക്കീലിനെ കൊണ്ടായിരിക്കണം എന്ന്. കാരണം അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് കൺവെയൻസിംഗ് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ളതും അതിന് ലൈസൻസ് ഉള്ളതും പ്രാക്ടീസ് ചെയ്യുന്നതും. വക്കീലന്മാരാണ് കൃത്യമായി കോടതി ഉത്തരവുകൾ പഠിക്കുന്നതും കാലാകാലങ്ങളിൽ ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ആധാരമൊക്കെ നമുക്ക് സ്വന്തമായി തയ്യാറാക്കാമെന്നല്ലേ ഇപ്പോൾ പറയുന്നത്, അതിന് സഹായകമായ ടെംപ്ലേറ്റുകൾ എല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ. അല്ലെങ്കിൽ ആവശ്യത്തിന് സ്ക്രൈബുകൾ ഉണ്ടല്ലോ, അവർ എഴുതിയാൽ പോരെ എന്നൊക്കെ.
ശരിക്കും ഇന്ത്യൻ സിവിൽ കോടതികൾ നിറഞ്ഞു കവിയുന്നത് ഏറെക്കുറെ ഈ രീതിയിൽ തോന്നിയതുപോലെ ആധാരമെഴുതി രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും പരാതികളും സങ്കടങ്ങളും കൊണ്ടാണ്. മിക്ക ആധാരങ്ങളിലും ശരിയായ അളവ് വിവരങ്ങൾ കാണില്ല. ഭൂമിയുടെ സർവേ നമ്പർ തെറ്റായിരിക്കും. അതിർത്തി വിവരങ്ങൾ പിശകായി എഴുതും. കിഴക്കും വടക്കും മാറിപ്പോകും. ലൈസൻസ്ഡ് സർവേയറുടെ സ്കെച്ച് ആധാരത്തോടൊപ്പം രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം പാലിക്കില്ല. ആൾമാറാട്ടം നടത്തി എഴുതും. ജന്മാവകാശമില്ലാത്ത ഭൂമിക്ക് ജന്മാവകാശമുണ്ടെന്ന രീതിയിൽ എഴുതും. ടെന്യൂർ തെറ്റായി എഴുതും. വഴിയവകാശം തുടങ്ങിയ ഈസ്മെന്റ് അവകാശങ്ങൾ എഴുതാൻ വിട്ടുപോകും. അല്ലെങ്കിൽ തെറ്റായി എഴുതും. ഇനം, തരം ഇവ തെറ്റായി എഴുതും. സർക്കാർ ഭൂമി കൂടി അല്ലെങ്കിൽ അയൽക്കാരൻ്റെ ഭൂമി കൂടി ചേർത്ത് വിസ്തീർണം തികയ്ക്കും. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കലാപരിപാടികളാണ് കാട്ടിക്കൂട്ടുന്നത്. എല്ലാവരുമല്ല, വളരെ കുറച്ചു പേർ. ഇതെല്ലാം അവസാനം ലീഗൽ ടെസ്റ്റിന് വരുമ്പോൾ അവിടെ നിയമം അനുസരിച്ചായിരിക്കും പരിശോധിക്കുന്നത്. ബാങ്ക് ലോണിന് ഹാജരാക്കിയാലും അവിടെ ലീഗൽ ടെസ്റ്റ് ഉണ്ടാകും. കോടതിയിൽ വരുമ്പോഴും നിയമപരമായി തയ്യാറാക്കിയ ആധാരങ്ങൾക്ക് മാത്രമേ പ്രൊട്ടക്ഷൻ ലഭിക്കൂ. ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഒരു സീനിയറോ അല്ലെങ്കിൽ ആരുമോ ആയിക്കോട്ടെ, ഒരു ഇഷ്ടദാനം എഴുതുമ്പോൾ അയാളുടെ താല്പര്യങ്ങൾ പരിപൂർണമായി സംരക്ഷിക്കപ്പെടുന്നതിനുള്ള വ്യവസ്ഥകൾ ആ ഇഷ്ടദാനത്തിൽ ഉൾപ്പെടുത്തണം. മരണം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നല്ലേ പറയുന്നത്. ആരാണ് ആദ്യം മരണത്തിന് കീഴടങ്ങുന്നതെന്ന് ഒരിക്കലും മുൻകൂട്ടി തീർച്ചപ്പെടുത്താനാവില്ല. ഒരാൾക്ക് മരണത്തിലൂടെ നഷ്ടപ്പെടുന്ന സിവിൽ റൈറ്റുകൾ ആരിലേക്ക് അക്വയർ ആകും എന്നൊക്കെ കണക്കുകൂട്ടിയാണ് ലോയർമാർ ഡീഡുകൾ തയ്യാറാക്കുന്നത്. ഇവിടെ നമ്മുടെ ആന്റിക്ക് ഇഷ്ടദാന ആധാരം റദ്ദ് ചെയ്ത് കിട്ടുന്നതിനുള്ള യാതൊരു വ്യവസ്ഥയും ആധാരത്തിലില്ല എന്നത് വലിയ അടിയായി. അതുകൊണ്ട് ഇഷ്ടദാന ആധാരം റദ്ദ് ചെയ്യണമെന്ന ആവശ്യം ആദ്യമേ പൊളിഞ്ഞു. കോടതി ഡിവിഷൻ ബെഞ്ച് പ്രീ കണ്ടീഷനായി പരിശോധിച്ചത് മെയിൻ്റെനൻസ് അവകാശം നിലനിൽക്കുന്നുണ്ടോ എന്നാണ്. ശരിക്കും സീനിയേഴ്സിന്റെ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് കുറച്ചു ഭാഗം മക്കളിലേക്കും ബന്ധുക്കളിലേക്കും നീട്ടിയിട്ടുണ്ട്. ബന്ധുക്കൾ എന്ന് പറയുന്നത് ലീഗൽ ഹെയർസായ ബന്ധുക്കളെന്നാണ് മനസ്സിലാക്കേണ്ടത്. മക്കളില്ലാത്തവരെ സംബന്ധിച്ചാണ് ലീഗൽ ഹെയർസായ ബന്ധുക്കളെ അവിടെ പ്ലേസ് ചെയ്യുന്നത്. ലീഗൽ ഹെയർസിനെ കണ്ടെത്തുന്നതിന് 4 ടെസ്റ്റുകൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നു. 1. സീനിയറിന് കുട്ടികൾ ഉണ്ടായിരിക്കരുത്. 2. സീനിയറിന്റെ പേഴ്സണൽ ലോ അല്ലെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ചുള്ള ലീഗൽ ഹെയർ ആയിരിക്കണം. 3. ആ ലീഗൽ ഹെയർ മൈനർ ആയിരിക്കരുത്. 4. ആ ലീഗൽ ഹെയർ സീനിയറിന്റെ പ്രോപ്പർട്ടി കൈവശം വയ്ക്കുകയോ മരണശേഷം സീനിയറിന്റെ പ്രോപ്പർട്ടി ലഭിക്കുമെന്നുള്ള അവകാശം നിലനിൽക്കുകയോ വേണം. ഇവിടെ കോടതി കൂടുതൽ പ്രാധാന്യത്തോടെ നിരീക്ഷിച്ചത് സീനിയറിന്റെ റിലേറ്റീവ് ആകുന്നയാൾ അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയർ ആയിരിക്കണം എന്ന പോയിന്റാണ്. ഈ കേസിലെ കക്ഷികൾ ക്രിസ്തുമത വിശ്വാസികളായിരുന്നതിനാൽ ഇന്ത്യൻ സക്സഷൻ ആക്ടാണ് അവർക്ക് ബാധകമാകുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിലുണ്ട്. ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം അനന്തരവന്റെ ഭാര്യ ആരല്ല? അനന്തരാവകാശിയല്ല. അനന്തരാവകാശി അല്ലാത്തത് കൊണ്ട് തന്നെ അവർ റിലേറ്റീവും അല്ല, കോടതി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരിൽ മെയിൻ്റെനൻസ് അവകാശം സ്ഥാപിക്കാനും കഴിയില്ല. മെയിൻ്റെനൻസ് അവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആധാരം റദ്ദ് ചെയ്യാനും കഴിയില്ല. തിരുവനന്തപുരം മെയിൻ്റെനൻസ് ട്രൈബ്യൂണലിന്റെ ഉത്തരവും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവും റദ്ദ് ചെയ്തുകൊണ്ട് ആന്റിക്കെതിരായി ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞു. ഇഷ്ടദാന ആധാരത്തിൽ റദ്ദ് ചെയ്യാമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് പരിശോധിക്കാമായിരുന്നു എന്നും കോടതി പറഞ്ഞതായി മനസ്സിലാക്കുന്നു. എന്നുവെച്ചാൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഭാവിയിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി മക്കൾക്കോ മറ്റാർക്കെങ്കിലുമോ കൈമാറാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സ്വയം ആധാരം എഴുതാൻ ശ്രമിക്കരുത്. അത് നിലവിലെ നിയമവ്യവസ്ഥകളിൽ പരിചയസമ്പന്നനായ ഒരു ലോയറോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് ഏതെല്ലാം വ്യവസ്ഥകൾ വെച്ചാണ് ആധാരം എഴുതേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു തരും. നിയമവ്യവസ്ഥകൾ ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോയേഴ്സാണ് ഇക്കാര്യങ്ങൾ തത്സമയം അപ്ഡേറ്റ് ചെയ്യുന്നത്. 2 അല്ല 3 വട്ടം ചിന്തിച്ച് മുന്നോട്ട് പോകാം. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോംബേഡീസ്.